ഇസ്രായേൽ പലസ്തീൻ സംഘർഷം സമീപകാലത്ത് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. 2026 വരെ മേഖലയിൽ സൈന്യത്തെ നിലനിർത്താനുള്ള പദ്ധതികൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് പലസ്തീനികൾക്കിടയിലും അന്താരാഷ്ട്ര സമൂഹത്തിലും ആശങ്കയുളവാക്കിയിട്ടുമുണ്ട്. നിലവിലെ സ്ഥിതി വളരെ മോശമാണ്. 40,000 പലസ്തീനികൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പലായനം ചെയ്തിട്ടുമുണ്ട്. ഇവർ തിരിച്ചെത്തുന്നത് തടയാൻ ഇസ്രായേൽ സൈന്യത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ്. ഓപ്പറേഷൻ സമ്മർ ക്യാമ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന സൈനിക നടപടിയിൽ ഗണ്യമായ രക്തച്ചൊരിച്ചിൽ ഉണ്ടായതായും ഡസൻ കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിലെ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ച വെടിനിർത്തലിന് 2 ദിവസത്തിനു ശേഷം ജെനിൻ നഗരത്തിൽ ഇസ്രായേൽ ക്രൂരവും മാരകവുമായ ആക്രമണം ആരംഭിച്ചതോടെ സംഘർഷത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായാണ് വിവരം. അതിന് പിന്നാലെ സൈന്യം വെസ്റ്റ് ബാങ്കിലെ മറ്റ് മേഖലകളിലേക്കും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. ഇസ്രായേലിനെതിരായ സായുധ പോരാട്ടത്തിന്റെ ശക്തികേന്ദ്രമായ ജെനിനിലേക്ക് ടാങ്കുകൾ അയക്കുകയും ചെയ്തു. വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ അംഗീകരിക്കുമ്പോഴും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരെ സംരക്ഷിക്കണമെന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. ഗാസയിലെ സ്ഥിതി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. വെടിനിർത്തൽ നീട്ടുന്നതിനുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പതിറ്റാണ്ടുകളായി മേഖലയെ ബാധിച്ച അക്രമങ്ങളുടെ തുടർച്ച നിലനിർത്തിക്കൊണ്ട് മേഖല വീണ്ടും ഒരു യുദ്ധക്കളമായി മാറിയേക്കാം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഇരുവിഭാഗത്തിനും ന്യായമായ ആശങ്കകളും പരാതികളുമുണ്ട്. എന്നിരുന്നാലും നിലവിൽ അക്രമത്തിലെ വർധനവ് അസ്വീകാര്യമാണ്. നയതന്ത്ര മാർഗങ്ങളിലൂടെ അത് പരിഹരിക്കേണ്ടതുണ്ട്. സംഘർഷത്തിന് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ മുൻകൈയെടുക്കണം. ചർച്ചയ്ക്കുള്ള പ്രതിബദ്ധത, വിട്ടുവീഴ്ച, സംഘർഷത്തിന് കാരണമാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സന്നദ്ധത എന്നിവയിലൂടെ മാത്രമേ സമാധാനം കൈവരിക്കാനാകുകയുള്ളൂ. ചുരുങ്ങിയ കാലയളവിൽ വെസ്റ്റ് ബാങ്കിലെ സൈനിക പ്രവർത്തനങ്ങൾ ഇസ്രായേൽ നിർത്തിവെക്കുകയും പലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സംഘർഷത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അന്താരാഷ്ട്ര സമൂഹം മാനുഷിക സഹായം നൽകുകയും അവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും വേണം. ആത്യന്തികമായി ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് എല്ലാവർക്കും സമാധാനം, നീതി, സമത്വം എന്നിവയ്ക്കുള്ള പ്രതിബദ്ധത ആവശ്യമാണ്. ഇത് ഇരുവിഭാഗത്തിനും ബുദ്ധിമുട്ടുള്ള വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. എന്നാൽ തുടർച്ചയായ അക്രമങ്ങൾ തകർക്കാനും ഇസ്രായേലികൾക്കും പലസ്തീനികൾക്കും ഒരുപോലെ ശോഭനമായ ഭാവി സൃഷ്ടിക്കാനുമുള്ള ഒരേയൊരു മാർഗമാണിത്.